So, hello guys, welcome back to my channel RRYT Gaming. So, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ ടൈലന്റെ മാസ്റ്റർ ചെയ്യുന്നതും കൂടെ ഗോഡ് ഹ്യൂമൻ സൂപ്പർ ഹ്യൂമന്റെ മാസ്റ്റർ ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതൊന്ന് എഗ് കളക്ഷൻ നോക്കിയാൽ 8 എഗ് ആണ്. ആ വീഡിയോയിൽ കണ്ടുപിടിച്ച 8 എഗ് മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. വിളിച്ച് പണിപാടിയിരിക്കുന്നു. ഓക്കെ, നേരെ നമുക്ക് സമ്മറിൻ ലാൻഡിലോട്ട് നമുക്ക് നേരെ ചോക്ലേറ്റ് ലാൻഡിൽ വേണം. സീ ഓഫ് ട്രീറ്റ്സിലുള്ള ചോക്ലേറ്റ് ലാൻഡ്. അവിടെ ഞാൻ ഡ്രൈവ് എന്തായാലും RIP ഇൻട്രനൊക്കെ ഇല്ലാത്തതുകൊണ്ട് ആ പോർട്ടലാണല്ലോ ഒക്കെ അല്ല. അപ്പോൾ ഈ ബൈയിൽ തന്നെ പോ. ട്രാവൽ ടു ഹൈഡ്ര ടൗൺ നിൽക്കിയാലും എന്തായാലും എവിടെ ഇപ്പോൾ നിൽക്കിയാലും ഒരിടത്തേ പോകും. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കും. ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. എന്താ ഞാൻ തിളങ്ങുന്നു. കൊടുടാ റോൾ ചെയ്യാണ്ട് ക്യാഷ് ഇല്ല. കുറച്ച് അളക്കം 150 അവിടെ. പിന്നെ RIP ഇൻട്രനെയും ഡോക്കിങ്ങിനെയും കൊല്ലുന്ന പരിപാടിയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ കേക്ക് പ്രിൻസിനെ കൊന്നെന്ന് തോന്നുന്നു. കേക്ക് പ്രിൻസിനെ കൊന്ന്, മറ്റേ സോൾ റിപ്പറിനെ കൊന്ന്. ഓരോ ആക്സസറീസ് കിട്ടി, വെപ്പൺസ് കിട്ടിയിട്ടില്ല. ഡോക്കിങ്ങിൻ്റെ സ്പൈക്കി ട്രൈഡൻറ്റ്, RIP ഇൻട്രൻ്റെ ഡാർക്ക് ഡാഗർ, അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണം, ഗോൾഡ് റോഡ് കിട്ടിക്കുന്ന വീഡിയോ ഇടണോ ഗൈസ്? നേരെ അമ്മ അടുത്തേക്ക് വന്നിട്ട് ഇതിന്ന് 500 മാസ്റ്റർ നടക്കൂല. ഇത് ഞാൻ ഇന്ന് ഈ എൻ്റെ സ്കിൽസിനും വേണ്ടിയിട്ട് മാത്രം എല്ലാ മൂവ് അൺലോക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം സൂപ്പർ ഹ്യൂമണും ആക്കാം. പിന്നെ രണ്ടും സൂപ്പർ ഹ്യൂമണും 400, ഇത് 500 ആക്കാം. പിന്നെ കുറച്ച് സീ ഇവൻറ്റിനും പോവാം. ഫ്രാഗൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ കുറച്ച് സീ ഇവൻറ്റ് ഈൻ്റെ എല്ലാ മൂവുകളിലൊക്കെ ആക്കിയിട്ടാകുമ്പോഴത്തേക്ക് ചെയ്യാം. സീൽഡ് എഗ് എവിടെ സ്പോണായ? സീ ഓഫ് ട്രിറ്റ്സിൽ എവിടെ സ്ഥലം പറയടാ. ടൈഗർ ഒന്നും ഞാൻ കണ്ടായിരുന്നു, വാങ്ങിക്കാൻ പറ്റിയില്ല. രാത്രി 1 ഇറക്കാൻ വന്ന് ടൈഗർ. സീ ഓഫ് ട്രിറ്റ്സിൽ നമ്മൾ ഇപ്പോൾ ചോക്ലേറ്റ് ലാൻഡിൽ വെക്കാം. സീ ഓഫ് ട്രിറ്റ്സ് ആടെയാണ്, കേക്കിൻ്റെ ലാൻഡിലാണ്. ഓക്കെ, ഇപ്പം ഞാൻ 200 മാസ്റ്ററി ആക്കിയിട്ടുള്ളൂ. ഇത് ഫുള്ളാവാൻ 300 മറ്റോ ആക്കണം. ഷീൽഡ് തല്ലിക്കൊല്ലാനാരും ഇല്ലല്ലോ. എടുത്തനുണ്ട്. എന്തേലും ഉണ്ടോ ബുദ്ധ? ആളെ സീ ഓഫ് ട്രിറ്റ്സിൽ തന്നെ സമയം മതി, നമുക്ക് എടുക്കണത്. പ്ലീസ് ദാ നല്ല മോനല്ലേ. PP ചേഞ്ച് നോ ഹോൾഡ് ടു ക്ലെയിം. ഓനൊന്ന് തെറിപ്പിക്കട്ട്. അതൊന്നും 1.5 പണിയാണല്ലോ. അതിന് ഇൻക്രീസ് നോക്കിയിട്ട് അവിടെ വരല്ലോ. ബുദ്ധാന്റെ ആ മൂവ് എനിക്ക് ഇഷ്ടമല്ല. പുള്ളി അവയ്ക്ക് വന്നടിക്കുന്നത് ഇൻക്രീസും കൂടി അടിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ വെടയെ തെറിപ്പിക്കാനുള്ളതാണ്. വെടയെ തെറിപ്പിക്ക്. എടേ പോയാച്ചടാ.
കഷ്ടപ്പെട്ടാണ് കിട്ടിയില്ല. ഒരു മിനിറ്റ്. Okay, guys, let's do this. Okay, transform. അവരുടെ ഇടിക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചടിച്ചാൽ മതി. ഫീൽഡ് കിട്ടുമെന്ന് വിചാരിച്ചു, അതും കിട്ടിയിട്ട. എടാ ഇപ്പൊ നീ എന്നെ കൊന്നല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാടാ ഇങ്ങോട്ട് വന്ന് എന്നെ വീണ്ടും ചൊറിയുന്നേ? അവന് ഭ്രാന്ത്. എന്തായാലും നമുക്കിത് ചെയ്യാം. എത്ര നേരം എടുക്കുന്നൊന്നും അറിയില്ല. 300 എത്രയോ മാസ്റ്റർ ആക്കണം. 300 തോന്നുന്നു. 500 ആക്കിയിട്ട് നാളെ ബെൽറ്റ്, ആദ്യത്തെ 3 ബെൽറ്റ്, അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ വീഡിയോ ഇടാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സൂപ്പർ ഹ്യൂമൺ ചെയ്യണോ? ഇതിൻ്റെ മുമ്പുള്ളൊക്കെ ഒരു സി ഇവന്റിനും പോയിട്ട് വീഡിയോ നടത്താം. സൂപ്പർ ഹ്യൂമൺ നാളത്തെ ബെൽറ്റിന്റെ വീഡിയോ ചെയ്യാം. അടുത്ത മൂവികളൊക്കെ എൻ്റെ V4 ഇല്ല. V4 ഇട്ടാൻ ആരെണ്ണെണ്ണത്തിനെ കൊല്ലണം. അതെപ്പോ കൊല്ലാനാണെന്തോ. എന്താണ് ഞാൻ കൊന്നിരിക്കുക എപ്പോഴും. ഇനി ബുദ്ധ ഉണ്ടോണ്ട് അത്ര സീനില്ല. മാസ്റ്ററി എൻ്റെ ഞാൻ ഗ്രാഫിക്സ് കൂട്ടിയിട്ടില്ലേ? വെറുതെ ഇല്ലേ ഒന്നും നേരെ കാണാത്ത. പിന്നെ കേസ് കുറെ ആള് എന്നോട് ഇടയ്ക്കിടയ്ക്ക് DM വന്ന് ചോദിക്കുന്നുണ്ട്, ഡിസ്കോഡിലോ ഇൻസ്റ്റയിലോ ലൈവ് ഇടാത്ത എന്താണ് ബ്രോ, ലൈവ് ഇടാത്ത എന്താണ്? അതെന്തോ ബഗ്ഗാണ് എൻ്റെ കയ്യിൽ. എനിക്ക് ലൈവ് ഇടാൻ നോക്കുമ്പോൾ സംതിങ് റോങ് എന്നാ കാണിക്കുന്നത്. അത് ഫിക്സ് ആക്കാൻ ഞാൻ കുറെ ആപ്പ് നോക്കി. മറ്റേ ഇതുപോലെ അതിൻ്റെ പേരും മറന്നുപോയി. കുറച്ച് ആപ്പെല്ലാം കയറ്റി നോക്കി, ലൈവ് ഇടാൻ കഴിയുന്ന ആപ്പ്. എന്നുവെച്ചാൽ അതിലും വർക്കാവുന്നില്ല. സംതിങ് റോങ് എന്ന് തന്നെ കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഇട്ട് ലൈവ് ഒന്നും ഇടേണ്ട, വീഡിയോ തന്നെ ഇടാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നതിലായിരിക്കും എൻ്റെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ആയാൽ മതി. ഡിസ്കോഡിൽ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അവനാകുമ്പോൾ ഇരുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കോഡിൽ വെറുതെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ വന്നാൽ മതി. ഇത് അടുത്ത മൂവ് കിട്ടിയിട്ട് കാണാം. ഒന്ന് ചാവൂലവേ. അടുത്ത മൂവ് ഇപ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3ാമത്തെ മൂവ് കിട്ടിയതിന് ശേഷം കാണാം. കോഞ്ചോട് കുക്ക് വണ്ടി 22 20 എണ്ണം ഉണ്ട്. വേണമെങ്കിൽ ഒരു 40 കിട്ടിയപ്പോൾ 2 ഡോക്കിങ്ങിന് സ്പോണാക്കാം. എല്ലാം ഒന്ന് വേഗം ചാവ്. ഞാനത് ഷാർപ്പ് മാങ്കറോട്ടെ വാങ്ങിക്കാൻ തന്നെ. പിന്നെ ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ച്. പിന്നെ അടുത്ത വീഡിയോ ചിലപ്പോൾ ഗോഡിയമ്മണ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് ഗോഡിയമ്മണ്ട് മാസ്റ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ സോളോ സി ഇവന്റ് അതായിരിക്കും അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ. പിന്നെ ലൈറ്റ് V2ൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ 2 വീഡിയോ എടുത്തായിരുന്നു. ഒരു വീഡിയോ ഞാൻ മറ്റേ ലൂഫീൻ്റെ തമ്മിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടവരായിരിക്കും. പക്ഷേ ആ വീഡിയോയിൽ എൻ്റെ സൗണ്ട് വന്നില്ല. എന്നിട്ട് ഞാൻ അഡീഷണൽ സൗണ്ട് ആക്കണമെന്ന് വിചാരിച്ചു. എന്നാലും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ വിട്ട്. അഡീഷണൽ സൗണ്ട് ആക്കിയാൽ നോക്കി, എന്നാലും അതിൻ്റെ സൗണ്ടും വന്നിട്ട്. അപ്പോൾ വീഡിയോൻ്റെ തന്നെ എറർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അവിടെ വിട്ട്. പിന്നെ ലൈറ്റ് V2 അത് ആ വീഡിയോൻ്റെ ഫയല്, അത് ഇപ്പം ഞാൻ ഫുള്ള് ലൈറ്റിൻ്റെ ഇത് ഗിയർ
മറ്റേ ഇത് അവേക്കണാക്കി ഗിയർ ഇട്ടെന്ന് അവേക്കണാക്കി. എന്നിട്ട് നോക്കുമുണ്ട് ഞാൻ റെക്കോർഡൊക്കെ 1.5 മണിക്കൂറിന്റെ വീഡിയോ അത് വന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓരോ ദിവസം ഓരോ പണിയാണ്. ഞാൻ ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, ഓരോ പണി കിട്ടും. എത്ര കൊക്കോയി? 21 കൊക്കോ. അടുത്ത മൂവ് കിട്ടാനായി. നമുക്ക് അടുത്ത മൂവ് കിട്ടിയിട്ട് ഒന്ന് റോൾ ചെയ്യാം. എല്ലാം വേണ്ട, വീഡിയോയുടെ അവസാനം റോൾ ചെയ്യാം. പിന്നെ വീഡിയോ ഇതുവരെ കണ്ടുവരുന്നതാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. അടുത്ത മൂവ് അൺലോക്ക് ആവുക. ഓക്കെ, രണ്ടാമത്തെ മൂവ് കിട്ടി. എല്ലാ മൂവും അൺലോക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. 300 മാസ്റ്ററാണോ 350 ആണോ അതെനിക്കറിയില്ല. സോ ഞാൻ അടുത്ത മൂവ് അൺലോക്ക് ആക്കിയിട്ട് നിങ്ങളെ കാണാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൂസ്, നമ്മൾ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ടൈലും 3 മൂവും നെറ്റ്. നല്ല തുടക്കം. ഓക്കെ, നല്ല തുടക്കമായിട്ടുണ്ട്, മൂഞ്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഡ്രാഗൺ ടൈലും മാസ്റ്റർ ആക്കുമ്പോൾ ഒരുത്തൻ റിപ്പിൻ ഡ്രാഗൺ സ്പോണാക്കി. മറ്റേ റിപ്പിൻ ഡ്രാഗൺ കൊന്ന് ഇപ്പോൾ ഇതാവൻ്റെ ഇതും കിട്ടി, കുറെ ഫ്രാഗും കിട്ടി, പോർട്ടലും അൺലോക്കായി. നമുക്ക് പോർട്ടലും അൺലോക്കായ സന്തോഷത്തിൽ നേരെ പോയി ഹൈഡ്ര അല്ലടാ, ഞാൻ ഫ്ലോട്ടിംഗ് റെറ്റനിൽ പോകുമ്പോ നേരെ പോട്ടെ. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ മൂവ് ഉപയോഗിച്ച് ഇതിനൊന്ന് പഠിപ്പിച്ചപ്പോൾ നമുക്ക് തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ദാറ്റ്സ് ഓൾ. ഗാച്ചയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. ലൈറ്റിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നടാ. ഗാച്ചയൊക്കെ കിട്ടിയല്ലോ, അപ്പൊ എന്തായാലും മൂഞ്ചലായിരിക്കും. ബ്ലിസാർഡ് പോയി. സോറി, ബ്ലിസാർഡ് പോയി. ഒരു എഗ് കിട്ടി 400. ഞാനിപ്പോ 10 ഗെയിം കണ്ടുപിടിച്ചിട്ട് നക്കണാണ്. നാളെ നമുക്ക് യാമ കണ്ടുപിടിക്കുന്നത്, പിന്നെ യാമ എടുക്കുന്നത്, പിന്നെ കുറച്ച് സീവെന്റ് ചെയ്യുന്നത്. സൂപ്പർ ഹ്യൂമൺ, ഗോഡ് ഹ്യൂമൺ തന്നെ. ഓനെ കൊല്ലാൻ നിൽക്കണ്ട, ചൊറയാണ്. സൂപ്പർ ഹ്യൂമണ് എല്ലാം മാസ്റ്ററി ആക്കുക, യാമ കിട്ടിക്കുകയും ചെയ്യുക. 2 മൂവ് അൺലോക്ക് ആക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത് അൺലോക്ക് ആക്കിയാൽ മാത്രം മതി. സോ നമുക്കിപ്പോൾ ഒരു സീവെന്റിന് കിട്ടിയാ കിട്ടി. ഈ ഡ്രാഗൺ ടൈലും വെച്ച് ഞാൻ സീവെന്റിന് പോകാൻ പോണ്. അയ്യോ, ഇനി സീവെന്റ് കിട്ടാൻ വേണ്ടി കുറെ കഷ്ടപ്പെടാനല്ല. പിന്നെ ഞങ്ങൾക്ക് മറ്റേ നൈറ്റ് മെയർ ഒക്കെ കിട്ടി. മറ്റേ ഫുൾ മൂൺ ഉണ്ടാകുമ്പോൾ ഞാൻ KQനെ കൊന്നു. KQനെ മറ്റാകുമ്പോൾ KQന്റെ ഫുൾ മൂൺ വെർഷൻ ബോസ് വന്ന്. എന്നിട്ട് ആ ഫുൾ മൂൺ വെർഷൻ ഇതൊക്കെ കിട്ടിയാകുമ്പോൾ നൈറ്റ് മെയർ ഒക്കെ കിട്ടി. ഇപ്പൊ സീവെന്റ് ചെയ്തെങ്കിൽ മറ്റേ എക്സ്പ്ലോറേഷൻ ഒക്കെ കിട്ടും. കിട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇത് തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സീൽഡ് ഒക്കെ അതെന്തായാലും കിട്ടിയില്ല. എവിടെ സ്പോണായ ഹൈഡ്രാല് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. വേണ്ട, എന്തെങ്കിലും സ്പോണാവിയാൽ മതി. ഇപ്പൊ ലെവൽ 1 എത്തിയിട്ട് ഞങ്ങക്ക് സീ ബീസ്റ്റ് ഒന്നാ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്ക് പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെ മറ്റേ ഗെയിമർ ബോയിന്റെ ഇടുന്നല്ലേ കണ്ട് ഇതൊന്നും ഇടാൻ പാടില്ല. എൻ്റെ ചാലഞ്ച് ഒന്നും എനിക്കതിപ്പോ ചെയ്യാൻ പറ്റൂല.
V4 കിട്ടിയിട്ടായിട്ടാണെങ്കിൽ ഞാൻ ചെയ്യും. ഫുള്ള് മാക്സ് മാസ്റ്റർ ആക്കിയില്ല, പക്ഷെ ഇത് മാത്രം അതിന്റെ എല്ലാ മൂവും അൺലോക്ക് ആക്കിയിട്ട് കാണിക്കുന്ന മാത്രം. പിന്നെ അഡ്മിൻ പാനല് ഞാൻ ചത്താലും ഡോ തിന്നൂല, അതങ്ങനെ ഒരു ഫ്രൂട്ടാണ്. മനസ്സ് ഒന്ന് എന്തെങ്കിലും സ്പോണാവ്. ഹൈഡ്ര എന്തൊക്കെയാടെ രണ്ടും കിട്ടിക്കുക വേണമെങ്കിൽ സീൽഡൊക്കെ. പക്ഷെ ഞാനിപ്പോ പോകുന്നില്ല, ഈ പൊട്ടന്മാരെ കൊല്ലണം. ഐ തിങ്ക് നോ, ഇവന്മാര് വെറും ഒരു ഇതാണ്. V4 കിട്ടിയ പിന്നെ വേറെ ലെവലാണ്. മിക്കവാറും ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ട് ആയിരിക്കും. ഞാൻ മറ്റേ ലൈറ്റിന്റെ ഇത് 1.5 മണിക്കൂർ മറ്റേ രാവിലെ ഇരുന്ന് കളിച്ചതാണ്. 1.5 മണിക്കൂർ മറ്റേ എല്ലാ ഇതുകളൊക്കെ ആക്കാൻ. പിന്നെ അതിന് മുമ്പത്തെ ഇത് 1/2 മണിക്കൂർ ഉണ്ടായിട്ട് അതിന് ഞാനൊന്നും ചെയ്യുന്നില്ല, കുറച്ച് സീവന്റ് ചെയ്യുന്ന മാത്രം. ഇവന്മാരെ എനിക്ക് കൊല്ലണ്ട. ഒരു CBS സ്പോൺ ആവൂ. ഇവന്റ് ഷോപ്പ് ഹാസ് ബീൻ റീസ്റ്റോക്കഡ്. പോയി നോക്കാം ഒരു CBS ആക്കിയിട്ട്. എനിക്ക് കിഡ്സിനെ സ്ട്രീം വേണമായിരുന്നു. ഇതിപ്പോ ഏത് മൂന്നാണെന്നും അറിയാൻ പറ്റൂല. കൊച്ചിനെ സ്ട്രീം സ്പോൺ ആവണമെങ്കിൽ ഫുൾ മൂൺ ആവുന്നതിന് മുമ്പ് 5ന്റെ അടുത്തുണ്ടാവണം. ഫുൾ മൂൺ ആവുമ്പോഴും ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമ്മളടുത്ത് സ്പോൺ ആവും. ഞാനിപ്പോ യാമ കിട്ടിക്കാനാണ് നോക്കുന്നത്. അതിന്റെ ഒരു നല്ല ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ 2 ഷീറ്റ് ഒട്ടിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ കിട്ടിക്കാൻ പറ്റൂല. 2000 ലെവൽ ഉണ്ടെങ്കിലേ 2 ഷീറ്റ് എടുക്കാൻ കഴിയൂ. എന്നിട്ട് ആദ്യം ഒരു 200 ലെവൽ ഉണ്ടെങ്കിലേ CDK എടുക്കാൻ കഴിയൂന്നാണ് ഞാൻ കേട്ടെ. ഫുള്ള് പ്രാന്താണ് ബ്ലോക്സ് റൂട്ട്. ഓ മൈ ഗോഡ്, ഒരു CBSനെ വെച്ചിട്ടാകുമ്പോ ഒരു പട CBSനെ തന്നിനല്ലോ. ഞാൻ ഒറ്റ ഒന്നിനെ ചോദിച്ചിട്ടു. എടാ സ്കില്ല് ഒന്ന് തുറന്നടിക്കൽ. ഒന്നാമത്തെ സ്കില്ലിന് ഡാമേജ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഈ 2 സ്കില്ല് വെച്ചിട്ട് മാത്രം ഇത് കംപ്ലീറ്റ് ചെയ്യണം. അത് ഇവിടുത്തെ പരിപാടിയാണ്. ഈ 2 സ്കില്ല് വെച്ച് മാത്രം റാംബ്ലിങ്ങിനെ എനിക്ക് സോളോ ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. M1ഉം വർക്കാവൂല, ഒരു മാങ്ങയും വർക്കാവൂല. ഒരു കിഡ്സിനെ പോലത്തെ ഫ്രൂട്ട് ആണെങ്കിൽ നിന്ന് M1 അടിച്ചാൽ മതി. I think I can do this solo. പക്ഷേ കൂൾ ഡൗൺ ആണ്, ആ സമയത്തിൽ ഇത് ഡീസ്പോൺ ആവാൻ വരെ സാധ്യതയുണ്ട്. ഈ മണ്ടന്മാര് ഇപ്പം ഷാർക്ക് റേസ് ആയതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. അവിടെ തുപ്പൊരു തുപ്പൊന്നും എനിക്ക് പിടിക്കണുള്ളൂ കേട്ടോ. ഈ തുപ്പലല്ല, മറ്റേ ഈ തുപ്പ്, ഇപ്പൊ തുപ്പിയ തുപ്പ്, ആ ബീം എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഇപ്പൊ ചാവും. എയർ ജമ്പ് വേഗം ചാവടാ.
എടാ കണ്ണടിച്ചു മോളെ. തുപ്പ് എന്നെ നെഞ്ചത്തേക്കിട്ട് തന്നെ തുപ്പടാ കയ്യേറി. സ്കില്ല് പോയി. ഇനിയിപ്പോ ഇതെല്ലാം ഡീസ്പോൺ ആയാൽ ഞാൻ റിഗ്രറ്റ് ചെയ്യും. ഞാൻ ക്രിസ്മസ് ഇവന്റ് വരാൻ കാത്തിരിക്കുക. എന്നിട്ട് മറ്റേ സ്ലേ ബോട്ട് ചെയ്യാൻ. അന്നെങ്കിൽ മറ്റേ ഫാസ്റ്റ് ബോട്ടിന്റെ ആവശ്യമില്ല. അത് ഒരു ഫാസ്റ്റ് ബോട്ട് പോലെ തന്നെ. എന്ത് സ്പീഡ് എന്നറിയോ ഇനി. എടാ പതുക്കെടാ, ഞാൻ ഒറ്റയ്ക്കാടാ, അല്ലാതെ ഞാനൊരു കൂട്ടത്തോടൊന്നുമില്ല. ഇത് പിന്നെ മറ്റേ ഗോഡിയമ്മണിലാക്കുന്ന ഇവിടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളും വന്നില്ലെങ്കിൽ ഞാൻ അതീവ ഗ്രൈൻഡിങ്ങിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, റങ്കോക്ക് കൊണ്ട് സ്കില്ലുണ്ടായിട്ടും കാര്യമില്ല. അതിനും ഇതില്ല, സ്റ്റാറ്റില്ല. ക്വാളിറ്റിനെ തളച്ചതല്ലേ എടാ പൊമ്മലേ. ഇതെന്തുവാടാ ഇവിടെ, എന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നേ? എന്തൊക്കെയാ കൊച്ചു ബ്ലോക്ക് ഫ്രൂട്ടി നടക്കുന്നേ? ചാവ് പണ്ടാരങ്ങളെ, ചത്ത് തന്നൂടെ? 21,000 ഡാമേജ് ലെഫ്റ്റ്. ഇവനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുറവുള്ള ഒരുത്തൻ. അവന്റെ നെഞ്ചത്തേക്ക് ഓക്കെ, 1 ഡൗൺ. ഒരു ലെവലിട്ടി. ഈ രണ്ടിലേത് ഇവനാണ്. രണ്ടിനും കൂട്ടം കൂടിയിട്ട് അടിക്കാം. Okay, 2 down. Next one and only you. Okay, you also down. സ്റ്റോക്ക് എന്തോ നല്ലതുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂല, അത് വേറെ കാര്യം. എന്തായാലും ഇപ്പൊ ഹോം പോയിന്റിലേക്ക് പോയിട്ട് ഇതെന്ത് നോക്കട്ടെ. സ്റ്റോക്ക് സ്റ്റോക്ക് എന്തായാലും 30 അത് വാങ്ങിച്ചേക്കാം. കുറച്ച് ഗ്രൈൻഡും കൂടി ചെയ്യാലോ. അടിച്ചപ്പോ ഇതായി ഡാഷായി. ഞാൻ നോക്കണ്ട ഗോക്കു, ഞാൻ നിന്റെ ഒക്കെ പിക്ക് വരത്തില്ല. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.